ശരത് കെ ശശിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശരത്, ഇപ്പോൾ പി.കെ. കൃഷ്ണദാസ്, എം.ടി. രമേശ് ഉൾപ്പെടെയുള്ള നേതാക്കളാണ് സുരേഷ് ഗോപിയുമായി ചർച്ച നടത്തുന്നത്. എന്തൊക്കെയാണ് ഈ ചർച്ചയുടെ വിവരങ്ങൾ? പിന്നിൽ ഇത്തരമൊരു ചർച്ചയ്ക്ക് വഴിയൊരുക്കിയത് സുരേഷ് ഗോപിയുടെ ചില പ്രസ്താവനകൾ തന്നെയാണ്. സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റതിന് തൊട്ടു പിന്നാലെ സുരേഷ് ഗോപിയുടെ ഒരു പ്രതികരണം ഉണ്ടായത്, തനിക്ക് സിനിമ ചെയ്തേ മതിയാകൂ, അതുകൊണ്ട് തന്നെ ഈ ചുമതലയിൽ നിന്ന് ഒഴിവാക്കും എന്ന് താൻ പ്രതീക്ഷിക്കുന്നു എന്നതാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം വന്നത്. അതോടുകൂടി തന്നെ ഈ വെറും കേന്ദ്ര സഹമന്ത്രി പദവി ലഭിച്ചതിൽ ഒരു അതൃപ്തി സുരേഷ് ഗോപിക്കുണ്ട് എന്ന രീതിയിൽ ചർച്ചകൾ ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായി. നേരത്തെ തിരുവനന്തപുരത്ത് നിന്ന് ഇന്നലെ സത്യപ്രതിജ്ഞയ്ക്ക് അദ്ദേഹം പുറപ്പെടുമ്പോഴടക്കം ഒരു ക്യാബിനറ്റ് പദവി അല്ലെങ്കിൽ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി എന്ന രീതിയിലായിരുന്നു വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്നത്. പക്ഷേ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് ചെയ്തത്. ആ പുതുമോടിയൊക്കെ സത്യപ്രതിജ്ഞ ചെയ്ത് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുക, ആ പുതുമോടി നിലനിൽക്കുകയായിരുന്നു. തന്നെ ഈ പദവിയിൽ നിന്ന് ഒഴിവാക്കും എന്ന് പ്രതീക്ഷിക്കുന്നു എന്ന രീതിയിൽ സുരേഷ് ഗോപിയുടെ പ്രതികരണം വന്നത്. അതോടെയാണ് ഈ അതൃപ്തി സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ ചർച്ചയിലേക്ക് വന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ സംസ്ഥാന നേതാക്കളായ പി.കെ. കൃഷ്ണദാസും എം.ടി. രമേശും സുരേഷ് ഗോപി താമസിക്കുന്ന ദില്ലിയിലെ സ്വകാര്യ ഹോട്ടലിലെത്തി അദ്ദേഹവുമായി ചർച്ച നടത്തുന്നത്. നിലവിൽ വലിയ തോതിൽ ബി.ജെ.പിയുടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയ ഒരു തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജയം കൈവരിക്കാൻ വേണ്ടി പറ്റിയത് തൃശ്ശൂരിൽ. അങ്ങനെയുള്ളപ്പോൾ ആ വിജയത്തിൻ്റെ ഒക്കെ തന്നെ ശോഭ കെടുത്തുന്ന രീതിയിലുള്ള വിവാദങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം ഒരു ഭാഗത്ത് സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. ഏതായാലും സുരേഷ് ഗോപി ഇത് സംബന്ധിച്ച് ആ പ്രതികരണം നടത്തിയതിന് ശേഷം കൂടുതൽ വിശദീകരണത്തിന് ഇതുവരെ തയ്യാറായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിനായി കാത്തു നിൽക്കുകയുമാണ്. നിലവിലെ സാഹചര്യത്തിൽ സുരേഷ് ഗോപി ഒരു സഹമന്ത്രിയാണ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വകുപ്പുകൾ സുരേഷ് ഗോപിക്ക് ലഭിക്കും എന്നതിലും ഒരു വ്യക്തത വന്നിട്ടില്ല. നേരത്തെ ലഭിച്ചിട്ടുണ്ടായിരുന്ന സൂചന സാംസ്കാരികം, അതുപോലെ തന്നെ ടൂറിസം എന്നീ വകുപ്പുകളുടെയൊക്കെ തന്നെ സഹമന്ത്രി സ്ഥാനം ലഭിക്കും എന്നുള്ളതാണ്. മുൻപ് അൽഫോൺസ് കണ്ണന്താനം സഹമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന് സ്വതന്ത്ര ചുമതല ലഭിച്ചിരുന്നു. അദ്ദേഹം രാജ്യസഭയിൽ നിന്നാണ് ഇത്തരത്തിൽ മന്ത്രിയായി വരികയും ചെയ്തത്. സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ബി.ജെ.പിയുടെ ചരിത്രത്തിൽ കേരളത്തിൽ ആദ്യമായി ലോക്സഭ വിജയിച്ച ആളാണ്. അപ്പോൾ ആ രീതിയിലുള്ള പരിഗണന ഇനി വകുപ്പുകളുടെ കാര്യത്തിലും ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഇപ്പോൾ ഈ ഒരു രീതിയിലുള്ള അസ്വസ്ഥതകളൊക്കെ സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ വകുപ്പുകളുടെ കാര്യത്തിൽ ഒരുപക്ഷേ പാർട്ടി എന്തെങ്കിലും തരത്തിലുള്ള പുനരാലോചന നടത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഇതുവരെ ഈ കൂടിക്കാഴ്ച, നേതാക്കളുടെ കൂടിക്കാഴ്ച അവസാനിച്ചിട്ടില്ല. ജോർജ് കുര്യൻ്റെ കാര്യത്തിൽ ഏതായാലും ന്യൂനപക്ഷ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന വകുപ്പുകൾ തന്നെയായിരിക്കും ലഭിക്കുക. ആകെ ഈ 71 അംഗ മന്ത്രിമാരിൽ 5 പേർ മാത്രമാണ് ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ളത്. അതിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് ജോർജ് കുര്യൻ മാത്രമേ ഉള്ളൂ. ആ രീതിയിലുള്ള ഒരു പരിഗണന അദ്ദേഹത്തിൻ്റെ വകുപ്പുകളുടെ കാര്യത്തിൽ ജോർജ് കുര്യന് ലഭിക്കുമെന്നതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ കണക്കുകൂട്ടുന്നത്. ഓക്കെ, വ്യക്തമാണ്.